സിബിൻ ബിഗ് ബോസ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോയി എന്ന വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് പേര് പ്രൊമോ കണ്ടിട്ട് ചോദിച്ചിരുന്നു ശരിക്കും സിബിൻ പുറത്തു പോയോ എന്ന്. എനിക്കും ആ ഒരു എന്താ പറയേണ്ട ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സിബിൻ്റെ മെൻ്റൽ ഹെൽത്ത് വളരെ വീക്കായതുകൊണ്ട് സിബിൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് പുറത്തു പോകുകയായിരുന്നു. മോഹൻലാൽ സാറിൻ്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിനോട് ശേഷം ശരിക്കും പറഞ്ഞാൽ സിബിൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ താഴോട്ട് പോയിരുന്നു. പാസ്റ്റ് ലൈഫിലുണ്ടായിട്ടുള്ള പലതരം ട്രോമകൾ ഇപ്പോൾ ഓർമ്മ വരികയാണെന്നൊക്കെ സിബിൻ പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡിന് ശേഷം എന്താണ് ശരിക്കും സിബിന് പറ്റിയെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ലാലേട്ടനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു, പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റിലനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ ലാലേട്ടനും ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ലാലേട്ടൻ ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മോഹൻലാൽ സാറിന് ആരോടും ഒരു പാർഷ്യാലിറ്റി ഇല്ല. എന്നിരുന്നാലും ആൾ വന്നതിന് ശേഷം, അതായത് സിബിൻ വന്നതിന് ശേഷം ഷോ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവലിലോട്ട് മാറുകയായിരുന്നു. കുറേയും കൂടെ എൻ്റർടൈനിങ് ആവുകയായിരുന്നു പവർ റൂമൊക്കെ. അപ്പം അതൊന്ന് ശരിക്കും സിബിൻ ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം എൻ്റർടൈനിങ് ആയത് എന്നൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ആളുടെ മെൻ്റൽ ഹെൽത്ത് ഇത്രയും പുറകോട്ട് പോകില്ലായിരുന്നു. എന്നിരുന്നാലും ആളിന് ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ആണല്ലോ ആൾ പുറത്തു പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. ഒരു സിബിൻ്റെ ഒരു ഫാൻ അല്ലെങ്കിലും ആ ഒരു ഷോ കാണുന്ന ആളെന്ന നിലയ്ക്ക് ആൾ നല്ലൊരു ഗെയിമറാണ്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ബിഗ് ബോസിൻ്റെ ഒരു സീസണിൽ മണിക്കുട്ടൻ ഇതുപോലെ മെൻ്റലി വീക്കായിട്ട് ലാലേട്ടൻ്റെ ഒരു ഷോയിന് ശേഷം ആൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതാണ്. അങ്ങനെ സിബിന് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.